കേണൽ ഡിന്നി, ഇതിൽ രണ്ട് വശം. ഒന്ന്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാട്ടിയ ഒരു വശമുണ്ട്. ഇറാൻ പ്രതികരിച്ച രീതി. UAE ഗർഗാഷ്, UAE ഉപദേഷ്ടാവ് ഒരു മുന്നറിയിപ്പുമായി വന്നിട്ടുണ്ട്. നിങ്ങളുടെ യുദ്ധം അയൽക്കാരുമായിട്ടല്ല, ഇങ്ങനെ പോയാൽ സ്വയം ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ പരിഭ്രാന്തരായി ചുറ്റും കണ്ട എല്ലാ രാജ്യങ്ങളിലേക്കും, GCC രാജ്യങ്ങളിലേക്കും ഇങ്ങനെ ഡ്രോണും കയ്യിലുള്ള മിസൈലും പായിച്ചുകൊണ്ട് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പോലും ആക്രമണത്തിൻ്റെ മുന തിരിച്ചു വിട്ടുകൊണ്ട് സ്വയം ഒറ്റപ്പെടുകയും സ്വയം നാശത്തിലേക്കും പോവുകയാണോ ഇറാൻ? മറ്റൊന്നിനി സെബാസ്റ്റ്യൻ പോൾ സാറിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഇറാൻ ഈ പറയുന്ന ലോകം കാണുന്ന മാർഗങ്ങളിലേക്ക് മറ്റോ വരുമോ എന്നുള്ളത് നമുക്ക് അടുത്ത റൗണ്ടിൽ ചർച്ച ചെയ്യാം. പക്ഷേ ഇത് വിനാശകരമായി ഈ പാത എങ്ങോട്ടേക്കായിരിക്കും നയിക്കുക? ശ്രീ പ്രദീപ്, എനിക്ക് തോന്നുന്നു ഇതൊരു അങ്ങനെ ഒരു എന്താ പറഞ്ഞൊരു പ്ലാൻ ചെയ്യാത്തൊരു കാര്യമല്ല. ഐ തിങ്ക് ദർ ഇസ് എ മെത്തഡ് ഇൻ ദ മാഡ്നസ് എന്ന് പറയുന്ന പോലെ. നോക്കൂ, കഴിഞ്ഞ വർഷം ഇതേപോലെ ഇസ്രയേലും US-ഉം ഇറാനെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഇറാൻ അതിന്റെ ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ ചെയ്തത് 18 മണിക്കൂറോളം കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷെ അതും ഒരു സിംബോളിക് ആയിട്ടുള്ളതാണ്. ഇസ്രായേലിന്റെ അഗേൻസ്റ്റ് ആയിട്ട് കുറച്ച് മിസൈൽസ് ഒക്കെ വിട്ടെങ്കിലും ഖത്തറിന്റെ അഗേൻസ്റ്റ് ആയിട്ട് അവർ ചില മിസൈൽസ് ഒക്കെ ഇട്ടു. പക്ഷെ അതും ഒരു സിംബോളിക് ആയിട്ടുള്ള കാര്യം മാത്രമായിരുന്നു. പക്ഷെ ഇപ്പം ഇവിടെ നടന്നതെന്ന് വെച്ചാൽ US ഇസ്രായേലും കൂടെ ജോയിന്റ് ആയിട്ട് അറ്റാക്ക് ചെയ്ത 1 മണിക്കൂറിനകം തന്നെ അവർ മിഡിൽ ഈസ്റ്റിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ബേസിന് US ബേസ് ആണ് എന്ന് പറഞ്ഞ് ടാർഗറ്റ് ചെയ്തത്. ചിലത് ബേസിലും ചിലത് ബേസ് അല്ലാത്ത സിവിലിയൻ ഏരിയസിലും പോയിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും UAE പോലത്തെ ഒരു രാജ്യം, ദുബായ് ഏറ്റവും വേൾഡിലെ ഏറ്റവും സേഫസ്റ്റ് സിറ്റി എന്നൊക്കെ ഒരു രീതിയിലേക്ക് അവർ പ്രൊജക്ട് ചെയ്ത രാജ്യത്തിൽ പോലും 300ഓളം ഡ്രോൺസ് ആണ് കഴിഞ്ഞ 24 മണിക്കൂറിനകത്ത് അവിടെ അറ്റാക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഞാൻ കാണുന്നത് ഇതൊരു കാൽക്കുലേറ്റഡ് മൂവ് ആണ്. അവർ ഓൾറെഡി വാർ ഗെയിം ചെയ്തിരുന്നു ഇറാന്റെ പക്ഷത്ത്. അതായത് US-ഉം ഇസ്രായേലും നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു റെസ്പോൺസ് ആയിരിക്കും. അതായത് ഈ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ കൺട്രീസിലും നമ്മളെ അറ്റാക്ക് ചെയ്യും. അവരുടെ ഉദ്ദേശം, ഞാൻ എൻ്റെ ഒരു അസസ്മെന്റ് പറയാണ്, അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പൊ നോക്കൂ എന്ത് പറ്റുന്ന വെച്ചാൽ ഇത് ഇവർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത്രയും ഒരു ലാർജ് സ്കെയിലുള്ള ഈ യുദ്ധമായി മാറത്തില്ലായിരുന്നു. ഇപ്പം ഇൻഡയറക്ട് പ്രഷർ US-ലേക്ക് വന്നു ഇത് എത്രയും പെട്ടെന്ന് നിർത്തണം എന്നുള്ളത്. കാരണം US-ന്റെ അവിടുത്തെ അസറ്റ്സ് ഉണ്ട്. അത് മാത്രമല്ല എക്കണോമിക് ആയിട്ട് ധാരാളം കൺസിഡറേഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓയിൽ പ്രൈസ് ഓൾറെഡി $75 ആയി. അത് ഇൻ എ വേ US-നെ ഹെൽപ്പ് ചെയ്യുന്നെങ്കിലും പക്ഷെ മറ്റു രാജ്യങ്ങൾ അത് അവരുടെ എക്കണോമിക് ആയിട്ടുള്ള പ്രഷേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലോക ഒപ്പീനിയൻ ഈ യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തണം, കാരണം ഇതിലും വലുതായിട്ട് പോകുമോ, ഒരു ഓൾ ഔട്ട് വാറിലേക്ക് മാറുമോ എന്നുള്ള രീതിയിലേക്കുള്ളത് ഒരു പെർസെപ്ഷൻ ഇറാന് സൃഷ്ടിക്കാൻ സാധിച്ചു. അത് എനിക്ക് തോന്നുന്നു ഒരു ഇൻഡയറക്ട് വേ ഓഫ് പ്രഷറൈസിങ് US ആണ്. നിങ്ങൾ ഞങ്ങളെ അറ്റാക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടെ എല്ലാം അറ്റാക്ക് ചെയ്യും. പക്ഷെ അത് ഒരു പ്ലാൻഡ് ആയിട്ട് തന്നെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു ഇറാനിന്റെ കാപ്പബിലിറ്റി, അവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ മിസൈൽ സിസ്റ്റം ആണ്. അവർക്ക് അതിനകത്ത് നല്ല രീതിയിലുള്ള അവർക്ക് കാപ്പബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ അവരുടെ സ്ട്രെങ്ത് പറഞ്ഞാൽ ഡ്രോൺസ് ആണ്. അപ്പൊ ഈ രണ്ടും വെച്ചിട്ട് അവർക്ക് ചെറിയ രീതിയിൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യാം. ഇപ്പൊ തന്നെ ലേറ്റസ്റ്റ് ന്യൂസ് വരുന്നത് USS വാഷിംഗ്ടൺ, അതിന് US എയർക്രാഫ്റ്റ് കാരിയർ ആണ്, അതിനകത്ത് പോലും ഇറാൻ അറ്റാക്ക് ചെയ്തു എന്നുള്ള ന്യൂസ് ആണ് വരുന്നത്. കൺഫേം ആയിട്ടില്ല. അപ്പം US-ഉം ഇസ്രയേലും കൂടെ 1000 ബോംബ് ഇടുകയാണെങ്കിൽ ഒരു ഇറാനിന് തിരിച്ച് ഒരു 300-400 ബോംബ് ഇട്ടാൽ തന്നെ ഈ ഒരു സ്ഥിതിയിലേക്ക് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. രണ്ട് ഫോഴ്സസിനെ കമ്പയർ ചെയ്താൽ ഒരു കമ്പാരിസണും ഇല്ല. അതായത് US ഇസ്രായേൽ കമ്പൈൻഡ് ഫോഴ്സും ഇറാനായിട്ടുള്ള നോക്കി കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള കമ്പാരിസണും ഇല്ല. പക്ഷേ ഇറാനെ സംബന്ധിച്ചുള്ള അവർ അക്വയർ ചെയ്ത ചില കാപ്പബിലിറ്റീസ് ഉണ്ട്. ആ കാപ്പബിലിറ്റീസ് വെച്ച് ഇതിനെ എത്രമാത്രം പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് അവർ നോക്കുന്നത്. US-ന്റെ പക്ഷം എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇത് ഒരു കീഴടങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുക, എത്രയും പെട്ടെന്ന് അവിടെ ഒരു ജനരോഷം മാറി അവിടെ ഒരു എന്താ പറഞ്ഞ ഒരു റെജീം ചേഞ്ച് എന്നുള്ള രീതിയിലേക്കുള്ളത്. കാരണം റെജീം ചേഞ്ച് അത്ര ഈസി അല്ല. എനിക്ക് തോന്നുന്നില്ല ഇറാനിൽ അത് നടക്കും. നമ്മളൊക്കെ റെജീം ചേഞ്ച് എന്ന് പറയുന്നെങ്കിലും അതിന് വേറൊരു ഡയമെൻഷൻ ഉണ്ട്, വേറൊരു മീനിങ് ഉണ്ട്. അത് അവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതാണ് US-ഉം ഇസ്രായേലിന്റെ ആഗ്രഹം. അപ്പം ഈ ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രീസിനെ ടാർഗറ്റ് ചെയ്തത് ഇറാൻ, അതൊരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള മൂവ് ആണ്. അതിലൂടെ മറ്റ് രാജ്യങ്ങളും കൂടെ ഇതിനകത്തേക്ക് ആക്കിയപ്പം അത്രമാത്രം പ്രഷർ US-ലേക്ക് വരിക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ തന്നെയാണ് അവരത് ചെയ്തിട്ടുള്ളത്.